തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം. അതങ്ങനെ തന്നെയാവും. കാരണം കേരളത്തിലെ ഭരണസ്ഥിരാ കേന്ദ്രം തിരുവനന്തപുരമാണ്, സെക്രട്ടേറിയറ്റും ഒക്കെ ഉള്ളതും തിരുവനന്തപുരത്താണ്. ഇവരുടെ വോട്ട് ഈ പ്രാവശ്യം എങ്ങോട്ട് പോവും എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, ഭയങ്കരമായി ഒരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് പല മാധ്യമങ്ങളുടെയും സർവേ വരുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്വസ്ഥമായി ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന NGO അസോസിയേഷനും അവരൊക്കെ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു പറച്ചിലുണ്ട്. എപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം അതെ എന്നുള്ളൊരു പറച്ചിലുമുണ്ട്. അതെത്ര കണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പലരുടെയും വോട്ടുകൾ എപ്പോഴും ഇടതുപക്ഷത്തിന് ലഭിക്കാറുണ്ട്. ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് തന്നെയാണ് ലഭിക്കാറ്. ഈ കുറി ഒരുപാട് വ്യത്യാസങ്ങൾ അതിലുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. കാരണം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമുക്കറിയാം സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവി പൈസ ഇല്ലായിരുന്നു, ശമ്പളം വരാൻ വൈകി. ചിലപ്പോൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഞാനത് നിഷേധിക്കും. കാരണം 3-4 സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ചും സംസാരിച്ചു. അത് ഞാൻ മുഴുവൻ പറയട്ടെ. ഈ കഴിഞ്ഞ മാസം നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ വാർത്തയായിരുന്നു ശമ്പളം കൊടുത്തത്. ജോലി ചെയ്തതിൻ്റെ പൈസ കൊടുക്കുന്നത് വാർത്തയാകുക എന്ന് പറയുന്നത് തന്നെ അപൂർവമല്ല അപൂർവം. ഈ ശമ്പളം ഒരു കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ 4 അണയ്ക്കൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും കിട്ടുമായിരുന്നു. അത് ഇന്നത്തെ പോലെ അത്ര വലിയ സാലറി ഇല്ലെങ്കിലും 90s ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തിരുന്നു ഈ സർക്കാർ ഉദ്യോഗസ്ഥർ. കാരണം അവർക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തും ഈ പൈസ കൃത്യമായി കിട്ടുമല്ലോ എന്നോർത്തിട്ട് ഈ പണിക്ക് പോയിരുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെയാണ് സർക്കാർ ഉദ്യോഗം എന്ന് വെച്ചാൽ വലിയൊരു കാര്യമായത് അതിന് ശേഷമാണ്. പക്ഷെ ആ സമയത്തൊക്കെ കൃത്യമായിട്ട് കിട്ടും. ആ കൃത്യതയായിരുന്നു. കാരണം അവർക്ക് കിട്ടുന്നത് ആ പൈസ കൃത്യമായിട്ട് റോളും ചെയ്യുമായിരുന്നു. സൊസൈറ്റിയിലോട്ട് കൃത്യമായിട്ട് പാലും പച്ചക്കറിയും എല്ലാ സാധനങ്ങളുമായിട്ട് നികുതിയായിട്ടും ഒക്കെ തിരിച്ച് സർക്കാരിലോട്ട് തന്നെ പോകുമായിരുന്നു. ഇന്നത്തെ അത്രയും സേവിങ്സ് ചെയ്യാനുള്ളൊരു വഴി അന്നില്ലായിരുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ മാസവും ഒക്കെ ആയിട്ട് ഈ സർക്കാർ ശമ്പളം മുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു പുതിയ ഒരു ഈ സർക്കാർ തുടങ്ങിയിട്ടുള്ളതാണ്. അതെ, ആ ചരിത്രത്തിൽ ആദ്യമായ സംഭവം എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത്. പക്ഷെ അതേ സർക്കാർ തന്നെ ഇപ്രാവശ്യം 2 ഗഡു ക്ഷാമബത്ത കൊടുത്തിട്ടുണ്ട്. അതായത് പലർക്കും ഒരു 10,000-20,000 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചിലപ്പം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ, ഇത് കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും എന്നാൽ ഇപ്രാവശ്യം തന്നല്ലോ എന്നൊരു ആശ്വാസത്തിൻ്റെ പുറത്ത്. അതായത് നമുക്കറിയാം മറ്റേ ക്ഷേമ പെൻഷനുകൾ 6 മാസത്തെ മുടങ്ങിയിട്ട് 3 മാസത്തെ കൊടുത്തിട്ട് പോട്ട് മേടിക്കുന്ന രീതിയാണ്. പക്ഷേ ഈ അരിവാള് വിഴുങ്ങി ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥര് ഇത് പുറത്തേക്കില്ല അകത്തേക്കില്ല എന്നുള്ള രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. ഇത് അങ്ങനെയുള്ളത് ഈ പറയുന്ന ഈ യൂണിയനിലൊക്കെ ഉള്ള വലിയ തലയെടുപ്പുള്ള വലിയ നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന പല ഉദ്യോഗസ്ഥരും തന്നെ പറയുന്നത് ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടാതെ വന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിലാണ് മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് 1-ാം തീയതി ശമ്പളം വരും. അപ്പോൾ ഇവര് കൃത്യമായിട്ട് പ്ലാനോട് കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ലോണുകൾ ഉണ്ടാവും, ഇപ്പോൾ ഹോം ലോണുകൾ ഉണ്ടാവും, വാഹന വായ്പകൾ ഉണ്ടാവും, പിന്നെ ഈ KSFE പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ചിട്ടികൾ ഉണ്ടാവും. ഇതെല്ലാം കൃത്യസമയത്ത് കിട്ടുന്നതുകൊണ്ട് ഇതിലെല്ലാം ഇവർക്ക് കിട്ടാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ലോൺ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കണമെന്ന് പറയും. അതെ, KSFE-യിലൊക്കെ പോയിട്ട് ചിട്ടി എടുക്കണമെങ്കിലും നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം വേണം, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ കൊഞ്ഞനും കുത്തി കാണിക്കും. ഇതാണ് അവസ്ഥ. അപ്പോ രണ്ടാമത് നോക്കൂ, സാധാരണഗതിയിലുള്ള പാലിന്റെ ആട് വരുന്നു. 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ഇന്ന സാറിന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ, ഇന്ന സാറിന്റെ കയ്യിൽ നിന്ന് ഇത്ര, ഇന്ന മേഡത്തിന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഇവര് കൃത്യമായിട്ട് കിട്ടും. പലചരക്ക് എടുക്കാൻ്റെ അടുത്തൊരു ഡയറി ഉണ്ടാവും. ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. അതെ, അവർ ബുക്ക് വെച്ച് പഴയ കാലത്ത് ഇപ്പോഴും ബുക്ക് അവിടെ എഴുതി ഈ ക്രെഡിറ്റ് ഈ ഒരു കാര്യങ്ങൾ, പറ്റുബുക്ക് പരിപാടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ബാങ്കിലിടുന്ന പോലെ അതെ, പേയ്മെന്റ് ഭയങ്കര കൃത്യമായിരിക്കും. കൃത്യമായിട്ടൊരു ഇവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഇത്ര രൂപ മാസാവസാനമാകുമ്പോൾ ഇത്ര രൂപ. ഈ ഒരു പ്ലാനിങ് എല്ലാം ഒരു സുപ്രഭാതത്തില് ഒരു മാസത്തിൽ അങ്ങോട്ട് മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശമ്പളം വൈകിയതുമായിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമായി, കടമെടുക്കാനുള്ള പരിധി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ കടമെടുത്ത് ഈ മാസം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പോയി. അതായത് പറഞ്ഞ ഒരു 2 ഗഡു ക്ഷാമബത്തയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ കുറച്ച് സന്തോഷം. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പ്രചരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ശമ്പളം മിക്കവാറും പിടിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. പണ്ട് നമുക്കറിയാം ഈ കൊറോണ, പ്രളയം, ഈ സമയത്തൊക്കെ ദുരിതാശ്വാസ നിധിയിലോട്ടൊക്കെ പറഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പിടിച്ചു വെക്കുന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അത് ഉണ്ടാവാതിരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല.
പക്ഷെ ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ ആശങ്കയോടുകൂടി കാണുകയാണ്. ഏതാണ്ട് 5 ലക്ഷത്തിന്റെ അടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ 4,90,000 സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി ശമ്പളം മേടിക്കുന്നത്. ഇവരൊരു കുടുംബം എന്ന് വെച്ചാൽ 3-4 പേരായിരിക്കും. ഇവരുടെ ഒരു വോട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 20 ലക്ഷം പേരുണ്ടാവും. പെൻഷൻകാർ ഇവര് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവര് ഫാമിലി വോട്ടും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35 ലക്ഷത്തിന്റെ അടുത്ത് വോട്ടുണ്ടാവും. അതെ. അപ്പൊ ഈ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് 20 മണ്ഡലങ്ങളിൽ നിരീക്ഷിക്കുന്നത്. നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് വരാം. നമ്മുടെ ചർച്ച തിരുവനന്തപുരത്താണ് തുടങ്ങിയത്. തിരുവനന്തപുരത്താണ് പലരും ഈ പെൻഷൻ ആയാലും അവിടെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഏതാണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 80-85% പേരും അവിടെ തന്നെ താമസിച്ച് ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വോട്ടുണ്ട്. ഈ വോട്ട് ഇടതുപക്ഷത്തിന് പോവില്ല. രണ്ടാമത് ഇതൊരു കോൺഗ്രസ് വോട്ട് ആവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എനിക്ക് കിട്ടിയൊരു അറിവനുസരിച്ച് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പൊ അവിടെ ഈ ഒരു പ്രശ്നം ആയുധമാക്കി എടുത്തുകൊണ്ട് തന്നെ ഒരു പ്രചരണമുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്ര വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ജയിക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വോട്ട് എവിടെ നിന്നൊക്കെ വരാം. ആ സ്ഥലങ്ങളെല്ലാം അവർ കൃത്യമായി നോക്കിക്കണ്ടുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കും പോവുകയാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് അത് വളരെ നിർണായകമായത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇവര് ആർക്ക് സ്വാധീനിക്കും എന്നുള്ളതാണ്. ശശി തരൂരിലേക്ക് ഇപ്പോൾ BJP ഇത്ര പ്രചരണവും പ്രവർത്തനവും ഒക്കെ നടത്തിയാലും അവര് 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് കാണുന്നത് ശശി തരൂരിനെയാണ്. അപ്പൊ ഇത് ശശി തരൂരിലേക്ക് എത്തുമോ അതോ രാജീവ് ചന്ദ്രശേഖരൻ എത്തുമോ എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഒട്ടും സംശയിക്കേണ്ട, ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മുഖ്യ പങ്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത് ജൂൺ 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതെ, സർക്കാർ ഉദ്യോഗസ്ഥർ ആർക്കൊപ്പം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.